ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നു. അപ്പം എനിക്കൊരു ബുക്ക് പരിചയപ്പെടുത്തണം എന്ന് തോന്നി. എല്ലാവരും കുറച്ചുകൂടി പേര് വായിക്കണമെന്ന് തോന്നി, പ്രത്യേകിച്ച് മലയാളികൾ. ആ ബുക്കാണ് വി ആർ ദർ ഫോർ ഈച്ച് അതർ. നല്ല പേരല്ലേ? എന്താ പറയുക, എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ പരസ്പരം കൂടെ ഉണ്ടാവും എന്നൊക്കെ ഒരു വിശ്വാസം, ഒരു പിന്തുണ ഒക്കെ കൊടുക്കുന്ന ഒരു മനോഹരമായ വാക്ക്. അപ്പോൾ അതാണ് പേര്, വി ആർ ദർ ഫോർ ഈച്ച് അതർ. എഴുതിയിരിക്കുന്നത് സാഗർ ചാതുസേര എന്ന് പറയുന്ന ഒരു ഹിന്ദി റൈറ്ററാണ്. ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. മുംബൈ മേലാട് ഈസ്റ്റ് അവിടെയാണ് കഥ നടക്കുന്നത്. അവിടുത്തെ ഒരു 4 കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അത് കൃത്യമായി പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പും പ്രണയവും കൂടി കൃത്യമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്. നായകൻ്റെ പേര് സാഗർ, പിന്നെ ഹർഷ് വരുന്നുണ്ട്. നായികമാർ 2 പേരാണ്, സായിയും മലറും. അപ്പം സായി മലറും മലയാളികൾക്ക് പരിചയമുള്ള പേരാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ മലയാള സിനിമ പ്രേമം കണ്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ട് നായികമാരുടെ പേര് അങ്ങനെ ആക്കിയതാണ്. സായിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരനെ അതും പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ പ്രേമത്തിൻ്റെ ഡയറക്ടറായ അൽഫോൻസ് പുത്രനും പ്രത്യേകം നന്ദി ഒരു ലെറ്റർ പോലെ എഴുതിയിട്ടാണ് അവതാരികയിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത മൂവിക്ക് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സായി പല്ലവി ഇത് വായിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് എഴുതിയിരിക്കുന്നത്. സായി പല്ലവിയുടെ ബിഗ്ഗസ്റ്റ് ഫാനാണെന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രേമ മൂവി, അതായത് സാഗറും സായിയും നായികയും നായകനും ഒരുമിച്ച് കാണുന്ന ആദ്യത്തെ സിനിമ പ്രേമമാണ്. അങ്ങനെ ഒത്തിരി മലയാളികൾക്ക് കണക്റ്റ് ആകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതിൽ സായി പറയുന്നുണ്ട്, ബനാന ചിപ്സ് കഴിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കേരളത്തിന് മിസ് ചെയ്യുമ്പോൾ ബനാന ചിപ്സ് കഴിക്കും, അത് എൻ്റെ ബാഡ് ടൈംസിൽ ഫീൽ ബെറ്റർ ആക്കും. കുറച്ച് ശരിയാണ്. നാട് വിട്ട് പോയി താമസിക്കുന്ന മലയാളികൾക്കെല്ലാം ഇത് കണക്റ്റ് ആവും എന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നത് ഇവരൊരു ഹംപിയിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നതാണ്. അപ്പോൾ ഈ ആനന്ദം മൂവി ഉണ്ടല്ലോ, മലയാള സിനിമ ആനന്ദം മൂവി കണ്ടപ്പോൾ അതിലും കൂട്ടുകാരെല്ലാവരും കൂടി ഹംപിയിലേക്ക് ഒരു ട്രിപ്പ് പോകുന്ന സിനിമയാണ്. അപ്പം ആ സിനിമ കണ്ടപ്പോഴും ഞാനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി ഹംപി പോകണം എന്നൊക്കെ. പക്ഷേ പല പ്ലാൻ പോലെ അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇതിലും അങ്ങനെ ഒരു ട്രിപ്പ് വരുന്നുണ്ട്. ഹംപിയുടെ മനോഹാരിതയൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഹംപി ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, പോയി ആരെങ്കിലും ഒരാൾ കാണിച്ചു തരേണ്ട സ്ഥലമല്ല, അവനവൻ കണ്ടെത്തേണ്ട സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ എഴുത്തും വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളതെന്ന്. അപ്പം ആ ഒരു കണക്ഷനൊക്കെ കൂടി ഒരു മിക്സാണത്. യാത്രയും സ്നേഹവും സൗഹൃദവും പ്രണയവും. അപ്പോൾ പറ്റുമ്പോൾ എല്ലാവരും വായിക്കണം. നല്ലൊരു ഫീൽ ഗുഡ് നോവലാണ്. ഓക്കെ, thank you.